പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് വാട്സപ്പ് ചാനലും അല്ലെങ്കിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റി, വാട്സപ്പ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു ന്യൂസ് ചാനലിന്റെ കാര്യം എന്താണ്? നിങ്ങൾ കുറച്ച് ന്യൂസുകൾ റീഡേഴ്സിന് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അതായത് ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രൂപത്തിൽ. അപ്പോൾ നിങ്ങൾ അതിന് പുറമെ ആയിട്ട് നിങ്ങളൊരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് കമ്മ്യൂണിറ്റിയാണ് അല്ലെങ്കിൽ ഗ്രൂപ്പുകളാണ്. ഗ്രൂപ്പിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു പ്രൈവസിയുടെ, അതായത് നമ്പേഴ്സ് പരസ്പരം കാണും എന്നുള്ളൊരു സംഭവമാണ്. പക്ഷേ അതിൽ എത്രയോ ബെറ്റർ ആണ് കമ്മ്യൂണിറ്റി. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ആവശ്യാർത്ഥം നിങ്ങളുടെ ലീഡുമായിട്ട് അല്ലെങ്കിൽ ലീഡ്സിനെ നർച്ചർ ചെയ്യണം എന്നുള്ളൊരു വ്യൂവിലാണ് നിങ്ങൾ എല്ലാം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ചെയ്യാം അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ ചെയ്യാം. നിങ്ങൾക്ക് അവർക്ക് വേണ്ട ഇൻഫർമേഷൻസും അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ എല്ലാം നടത്താനാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. ഒരിക്കലും ചാനൽ ഉപയോഗിക്കരുത്. ചാനൽ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രം ആണ് അതിന്റെ ഒരു പ്രത്യേകത. നിങ്ങൾ ഏത് ചാരിറ്റി അല്ലെങ്കിൽ സപ്പോസ് നിങ്ങൾ ഏതൊരു ന്യൂസ് ചാനൽ പോലെ പ്രവർത്തിക്കാനാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, ഗോ ഫോർ ചാനൽ. അല്ല നിങ്ങൾക്ക് ബിസിനസ് ആണ് അതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ എന്താ വെച്ചാൽ ആ ഒരു മെമ്പേഴ്സിന് ഒന്നുകിൽ പബ്ലിക് ആയിട്ട് മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. മറ്റേ യാതൊരു ഓപ്ഷനും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഗോ ഫോർ കമ്മ്യൂണിറ്റി ഓർ ഗ്രൂപ്പ്.